ആലത്തൂർ നിയോജക മണ്ഡലം പട്ടയമേള നടത്തി. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് എരുമയൂർ പഞ്ചായത്ത് ഹാളിൽ പട്ടയമേള നടത്തി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ മേള ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആലത്തൂർ നിയോജക മണ്ഡലതല പട്ടയമേള എരുമയൂർ പഞ്ചായത്ത് ഹാളിൽ നടത്തിയത്. പട്ടയമേള സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ ഡി പ്രസന്നൻ MLA അധ്യക്ഷത വഹിച്ച് പ്രാദേശികമായ ഉദ്ഘാടനവും നിർവഹിച്ചു. 15-20 വർഷമായി അപേക്ഷ കൊടുത്ത് ഒരു രേഖയും കിട്ടാതെ അലഞ്ഞു നടന്നവർ ഇന്ന് കേരളത്തിലില്ല. ഇപ്പൊ അപേക്ഷ സമർപ്പിച്ച് കിട്ടാത്ത ചിലരെല്ലാം ഉണ്ട്. പക്ഷെ 10-15 വർഷത്തെ ചരിത്രം അവർക്കില്ല. അവർക്ക് 5-8 വർഷത്തെ ചരിത്രമില്ല. വേണമെങ്കിൽ ഒരു വർഷം മുമ്പ് കൊടുത്തു, അല്ലെങ്കിൽ 4 മാസം മുമ്പ് കൊടുത്തു, 5 മാസം മുമ്പ് കൊടുത്തു എന്ന് പറയാവുന്ന ഒരു സ്ഥിതി മാത്രമേ ഉള്ളൂ. രേഖകൾ കൊടുത്ത് അപേക്ഷ കൊടുത്ത് യഥാവധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകളെടുത്ത് എല്ലാവർക്കും ഭൂമിക്ക് രേഖയുണ്ടാക്കി കൊടുക്കുക എന്നത് ഈ ഗവൺമെന്റ് ഒരു ചുമതലയായി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഈ കഴിഞ്ഞ പുതിയ ഗവൺമെന്റിന്റെ 2ാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ കേരളത്തിലാകെ വിതരണം ചെയ്ത പട്ടയത്തിന്റെ 4-1 പട്ടയവും ഈ പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം അദ്ദേഹം പ്രതിപാദിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി, പാലക്കാട് RDO മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു.